ഇവിടുത്തെ 15 വയസ്സ് പോലുമുള്ള ഇപ്പോഴത്തെ വളരെ നമ്മൾ ഹോപ്പ് ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്ന ജനറേഷനിലെ കുട്ടികൾ തലതിരിഞ്ഞ തെണ്ടുകളായിട്ടാണ് ഇവിടെ വളർന്നു വരുന്നത്. കുറച്ച് നാൾ മുമ്പ് ആളുകൾ ഏറിൽ കയറ്റിയ റിയാസിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. സത്യത്തിൽ റിയാസ് പറഞ്ഞതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? നമുക്ക് പരിശോധിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ഒരു വീഡിയോയിൽ കണ്ട കാഴ്ച ആദ്യം തന്നെ പറയാം. ഒരച്ഛൻ തന്റെ മകനും സുഹൃത്തുക്കളും ചേർന്ന് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് കാണാൻ ഇടയാവുകയാണ്. അത് ചോദിക്കാൻ ചെന്ന ഈ അച്ഛനോട് ഈ സഹോദരൻ പറഞ്ഞത് തന്തയാണെന്ന് നോക്കില്ല, ബാക്കി തെറിവിളിയാണ്. അതോടെയും തീരുന്നില്ല, ആ അച്ഛനെ മകനും അവന്റെ സുഹൃത്തുക്കളും ചേർന്ന് മർദ്ദിച്ച് അവശനാക്കുന്നു. അതുപോലെ തന്നെ പ്രധാനാധ്യാപകൻ ഫോൺ വാങ്ങി വെച്ചതിന് ഒരു കുട്ടി കൊലവിളി നടത്തിയതും, പിന്നെ വെറും 15 വയസ്സുകാരായ കുട്ടികൾ ബ്രൂട്ടലി നിഹിർ എന്ന കുട്ടിയെ റാഗ് ചെയ്തതും, തുടർന്നുള്ള അവന്റെ മരണവും, ഫറോക്കിൽ +1 വിദ്യാർത്ഥിയെ സഹപാഠി കുത്തിയതും, തിരുവനന്തപുരത്തും സമാനമായ ഒരു സംഭവവും, അങ്ങനെ ഇതുപോലുള്ള കുട്ടി കുറ്റവാളികളുടെ ഒരുപാട് വാർത്തകൾ നിരന്തരം വരികയാണ്. എന്നാൽ നമ്മുടെ രാജ്യത്തെ നിയമം ചൈൽഡ് ഇൻ കോൺഫ്ലിക്ട് അറ്റ് ലോ എന്നാണ്. അഥവാ രാജ്യത്ത് 18 വയസ്സിന് താഴെയുള്ള മൈനർ കുറ്റം ചെയ്താൽ അവരുടെ വിശദാംശങ്ങൾ പുറത്തുവിടില്ല. പക്ഷേ ഈ ആനുകൂല്യം ആവശ്യമാണോ? ഒരു 12 വയസ്സ് വരെയൊക്കെ പോരെ? ഇന്നത്തെ കുട്ടികൾക്കും ഈ സാമൂഹിക ബോധമൊക്കെ വേണമെങ്കിൽ നിയമങ്ങൾ ഒന്ന് പൊളിച്ചെഴുതുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതൊക്കെ വെച്ചൊന്ന് വിലയിരുത്തുമ്പോൾ റിയാസ് പറഞ്ഞത് അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ പറ്റുമോ? നിങ്ങൾ തന്നെ പറയൂ.